ഇനി തെയ്യം തീച്ചാടുന്ന ചടങ്ങാണ്. അപ്പോൾ തെയ്യം വേഷം കെട്ടിയിട്ടുള്ള പുള്ളി ആദ്യം അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും. പ്രദക്ഷിണം വെച്ച് അപ്പോൾ അതിനുശേഷം അവിടെ തീയൊക്കെ ഒരുക്കണ്ട. അവിടെ തീ കത്തി തീർന്നത് അവർ ശരിക്കും ഒരുക്കണ പരിപാടിയൊക്കെ ഉണ്ട്. അത് കുറച്ച് സമയത്തെ കാര്യങ്ങളാണ്. അത് ലെവൽ ചെയ്ത് റെഡിയാക്കി അതിനെ ഒരുക്കി റെഡിയാക്കണത്. അത് നമ്മുടെ ഈ ഇതില്ലേ അടയ്ക്കാമരത്തിൻ്റെ തടി വെച്ചിട്ട് അതിനെ അടിച്ചിരുത്തി ലെവലാക്കും. അതൊക്കെ കുറച്ച് സമയം എടുക്കുന്ന ചടങ്ങാണ്. അത് ലെവലാക്കിയതിന് ശേഷമാണ് തെയ്യം വന്ന് അതിലോട്ട് ചാടുള്ളൂ. അപ്പോൾ ഇത് ലെവലാക്കിയതിന് ശേഷം തെയ്യം അവിടെ വരും. തെയ്യം വേഷം കെട്ടിയിട്ടുള്ള പുള്ളി അവിടെ വന്ന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും. ചുറ്റും പ്രദക്ഷിണം വെച്ച് ഒരു ചെറിയ പൂജ പോലെയൊക്കെ തന്നെ അതിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് 5 മിനിറ്റ് അവിടെ നിന്ന് ഒരു ചെറിയ ചടങ്ങുമാരിയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പുള്ളി വേഷമൊക്കെ കെട്ടി വന്നിട്ട് ഇതിലോട്ട് ചാടുന്ന ഒരു കണയല്ല, ഒരുപാട് തവണ ഇതിലെ ചുറ്റും എല്ലാ വശത്തിൽ കൂടെയും വന്നിങ്ങനെ പുള്ളിക്ക് കുറച്ച് സഹായികളുണ്ട്. അപ്പോൾ എല്ലായിടത്തും ചുറ്റുവശത്തും വന്നിങ്ങനെ ചാടും. അതുപോലെ തന്നെ ഈ പുള്ളിയുടെ ഒപ്പം കുറേ സഹായികളുണ്ട്. അവരാദ്യം ഈ തീ കൂടെ ചാടും. അവർ ചാടി അവർ കുറച്ച് പേരുണ്ട്, അവർ 5-8 പേര് കൂടുതലുണ്ട്. അവർ ചാട്ടം കഴിഞ്ഞതിന് ശേഷമാണ് തെയ്യം വേഷം കെട്ടിയിട്ടുള്ള കഥാപാത്രം വന്നിട്ട് ചാടുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്ക് ശേഷമാണ് കണ്ട ഇങ്ങനെ വന്ന് ചാടുമ്പോൾ അവർ സഹായികളുണ്ട്. അവർ വലിച്ചിങ്ങനെ മാറ്റും. ചുറ്റും എല്ലാ വശത്തുനിന്നും ഇങ്ങനെ വന്നിട്ട് ഇതിലോട്ട് ചാടണത്. അപ്പോൾ അവർ ഓരോ വശത്തുനിന്നും ഇങ്ങനെ അതിലോട്ട് എടുത്ത് ചാടി കഴിയുമ്പോൾ വലിച്ചിങ്ങോട്ട് പുറകിലോട്ട് മാറ്റി ഇങ്ങനെ അതിന് ചുറ്റും ഇങ്ങനെ നടന്നിങ്ങനെ അത് ഇങ്ങനെ കുറേ നേരം ചെയ്യും കേട്ടോ. കാണാനൊക്കെ ഒരു അത്ഭുതമായ കാഴ്ചയാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടു. അപ്പോൾ ഇതൊക്കെ നിങ്ങളോട് എത്തിക്കാൻ സാധിച്ചതിനെ വലിയ അനുഗ്രഹമായിട്ട് കണക്കൂട്ടുന്നു ഞാൻ.